അത് നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ് മഴ പെയ്യുക എന്നുള്ളത്. നമുക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പ്രിഡിക്റ്റ് ചെയ്താൽ നമ്മളതിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു റെഡിനെസ്സിലായിരിക്കും നമ്മൾ എന്നുള്ളതാണ്. നമുക്കത് എത്ര ആക്യുറേറ്റ് ആയിട്ട്, അതായത് ഒരു ഇന്ത്യൻ സ്പെല്ലിംഗ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ വളരെ ഇറാറ്റിക് ആണ് സമയത്ത് റെഡ് അലർട്ട് കണ്ടീഷൻ നമുക്ക് എത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒന്ന് നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രോപ്പിക്കൽ റീജിയനാണ് ഇക്വറ്റോറിനടുത്ത്. അപ്പോൾ സയൻറ്റിഫിക്കലി ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ വെതർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഷോർട്ട് സ്കെയിലിൽ ഏരിയ സ്പെസിഫിക് അല്ലെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അതിന് ലീഡ് ടൈം വളരെ കുറവായിരിക്കും. പിന്നെ അതിൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര എന്താ പറയുക, ലീഡ് ടൈം കുറവായതുകൊണ്ട് ആക്യുറസിക്ക് കൊണ്ട് ഡിപ്പെൻഡബിൾ ആണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിലിറ്റി ഒത്തിരി കുറവുള്ളത് ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൊണ്ട് പ്രഡിക്റ്റബിലിറ്റി ഒത്തിരി കുറവുള്ളൊരു സ്ഥലമാണ്. പക്ഷേ മൺസൂൺ റെയിൻ നമ്മളെ സംബന്ധിച്ചോളം ഹൈലി പ്രഡിക്റ്റബിൾ ആയിരുന്നു നേരത്തെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഹൈ ഇമ്പാക്റ്റ് വെതർ സിസ്റ്റംസിൻ്റെ പ്രഡിക്റ്റബിലിറ്റി നമ്മൾക്ക് മാത്രമല്ല പൊതുവെ എല്ലായിടത്തും അത് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇഷ്യൂ ചെയ്യുന്ന ഫോക്കാസ്റ്റ് Day 1 ഫോക്കാസ്റ്റ്, പിന്നെ Day 2, Day 3, Day 4, Day 5 അങ്ങനെ 5 days ആണ് നമ്മൾ വാണി കൊടുക്കുക. അപ്പോൾ Day 1, Day 2ൻ്റെ ആക്യുറസി പ്രൂവ് ചെയ്തിട്ടുണ്ട്, അറൗണ്ട് 80% വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് നമ്മൾ കൊടുക്കുന്ന എക്സാക്ട്ലി സെയിം ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ ചിലപ്പം അഡീഷണൽ ഡിസ്ട്രിക്ട്സ് ഉണ്ടാവാം, ചിലപ്പം കൊടുക്കുന്നത് ഒഴിവാകാറുണ്ട്. അപ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തം കൂടി എടുക്കുമ്പോഴാണ് അത് ഒരു 80% നമുക്ക് ആക്യുറസി കാണുന്നുണ്ട് Day 1, Day 2 എന്ന് പറയുന്നത്. പക്ഷെ അത് ഇതാണ് നമ്മൾ ഒരു എന്താ പറയുക, ആക്ഷനബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ഫോക്കാസ്റ്റ് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ വാർണിംഗ് കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ ആക്ഷനബിൾ ആകുക. അപ്പോൾ അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ വെരിഫൈ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. അത് സ്കോപ്പ് എന്ന് പറഞ്ഞപ്പോൾ നോക്കൂ, ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മൾ IMDയുടെ കേപ്പബിലിറ്റി ഇല്ലായ്മയായിട്ട് തന്നെ കാണരുത്. കാരണം ഇത് ഒരിക്കലുമല്ല, ലോകത്തിൽ ഏത് മീറ്ററോളജിക്കൽ സർവീസിൻ്റെ കയ്യിൽ ഉള്ളത് അത്രയും തന്നെ നമ്മൾ കേപ്പബിലിറ്റി ഉള്ളവരാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ട്രോപ്പിക്സിലാണെന്നുള്ളത് കൊണ്ട് തന്നെ പ്രെഡിക്റ്റബിലിറ്റി ഏറ്റവും കുറവുള്ള ഒരു റീജിയനാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഹൈ ഇമ്പാക്റ്റ് ലോക്കലൈസ്ഡ് വെതർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ചാലഞ്ചാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രം കാര്യമായിട്ട് അങ്ങനെ കാണരുത്. പഞ്ചായത്ത് ലെവലിൽ കൊടുക്കാൻ പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ആക്യുറസി നമ്മളൊരു വെരിഫൈ ചെയ്യാതെ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആക്യുറസി പ്രൂവ് ചെയ്യാതെ നമ്മൾ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾക്കിപ്പോൾ കിട്ടുന്ന ഫോർകാസ്റ്റ് നമുക്ക് ഡൗൺ സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്ത് ലെവലിലൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ അത് എത്ര ആക്യുറേറ്റ് ആണ്, കാരണം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഏരിയ. അപ്പോൾ നമ്മൾ ഒരു ഫോർകാസ്റ്റ് കൊടുത്തു, അത് കറക്റ്റ് അല്ല ആണോ അല്ലയോ എന്നറിയാതെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, അത് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ടെക്നിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റ്സ് ഉണ്ട്. നമ്മളൊരു അതായത് ഇപ്പം നമുക്ക് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിനുള്ളത് ഹൈ പവർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിനാണെങ്കിൽ പോലും ലിമിറ്റേഷൻസ് ഇല്ലേ. എത്ര ഡാറ്റ ഇപ്പോൾ സാറ്റലൈറ്റ് ഡിറൈവ്ഡ് റഡാർ എന്നുള്ള ഒബ്സർവേഷൻ, AWS എന്നുള്ള സർഫസ് ഒബ്സർവേഷൻ, അത് പല ലെവലിലുള്ള ഒബ്സർവേഷൻസ് ആണെന്ന് ആലോചിക്കണം. അത് എത്ര എന്താ പറയുക സ്റ്റെപ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കൂ. 7 ദിവസത്തെ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില സിസ്റ്റങ്ങൾ ഇപ്പോൾ നമ്മൾ IMD യൂസ് ചെയ്യുന്നത് 10 days ഫോർകാസ്റ്റ് വരെയൊക്കെ തരുന്നുണ്ട്. അപ്പം അത്രയും കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് റീസണബിളി ഗുഡ് ആണല്ലോ. Day 1, Day 2 ഫോർകാസ്റ്റ് റീസണബിളി റിലയബിൾ ആണ്. റിലയബിൾ ആണ്. ചേഞ്ചസ് അത് ഓക്കെ, അത് ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലപ്പോഴെന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഒരു ദിവസം 4 പ്രാവശ്യം നമ്മൾ ഈ വാർണിംഗ് ആണെങ്കിൽ പോലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് ഒബ്സർവേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ കണ്ടു, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ, ഇൻഫോം ചെയ്യേണ്ടവർ ചെയ്യണമല്ലോ. അപ്പം എന്താ പറയുക, നമ്മളൊരു
അൺഇൻഫോംഡ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇൻഫോംഡ് ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 4 പ്രാവശ്യം ഈ റിവിഷൻ്റെ കാര്യം തന്നെ നമുക്ക് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ റീസെൻറ്റ് ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് കൊടുക്കുക. പിന്നെ ഈ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അത് ഒരിത്തിരി ടെക്നിക്കലായിട്ട് ഒന്ന് പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മീറ്ററോളജിയിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേച്ചറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മിമിക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മൾ മോളിക്കുലർ സ്കെയിലിൽ നടക്കുന്ന ഇവാപ്പറേഷൻ ആണ് ഈ വെതർ സിസ്റ്റത്തിനെല്ലാം എനർജി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മഴയെല്ലാം എന്ന് പറയുന്നത് മോളിക്കുലർ ലെവലിൽ നടക്കുന്ന പ്രോസസ്സ് ആണ് ഈ പറയുന്ന നമ്മളുടെ ട്രോപ്പിക്കൽ സൈക്ലോണൊക്കെ ആയിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാ പ്രോസസ്സും അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ ലാൻഡ്സ്കേപ്പും എല്ലാം ഒന്നും മോഡൽ ചെയ്തിട്ടുണ്ടാവില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പല കാര്യങ്ങളും നമ്മൾ അപ്രോക്സിമേഷൻ, അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ എടുക്കുമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 600 സർഫസ് ഒബ്സർവേറ്ററി ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഇത് രാജ്യത്ത് മുഴുവൻ സ്പ്രെഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതന്നെ അപ്രോക്സിമേഷനിലാണ്. പിന്നെ ഇത് സോൾവ് ചെയ്യുന്നത് ഇത് കോംപ്ലക്സ് ഇൻട്രാക്ഷനാണ്. ഇതിപ്പം നമ്മൾ 2 2 4 എന്ന് പറയുന്ന പോലെ എളുപ്പമുള്ള ഒരു ഇക്വേഷൻ അല്ല ഇത്. അപ്പം നമ്മളെപ്പോഴും അതിനെ നമ്മൾ ലീനിയർ എന്ന് പറയും, ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയും. ഇതിപ്പോൾ ലീനിയർ അല്ല, അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ ആലോചിക്കാവുന്നുള്ളൂ, ഇവാപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അതിന് നടുക്ക് കണ്ടൻസേഷൻ നടക്കാം, പല കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഓഷ്യൻ്റെ പ്രോക്സിമിറ്റി, പിന്നെ ഹില്ലി ടെറെയിൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ക്ലൈമറ്റിനെ അല്ലെങ്കിൽ വെതറിനെ മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് നമ്മൾ മിമിക് ചെയ്ത് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഇത്രയും ഒബ്സർവേറ്ററീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതും ഒരു പരിധി വരെ ഒരു അപ്രോക്സിമേറ്റ് റെപ്രസെൻറ്റേഷനേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ പല അപ്രോക്സിമേഷൻസാണ് നമ്മൾ ഈ പ്രസൻറ്റ് സ്റ്റേജിൽ തന്നെ കൊടുക്കുന്നത്. അപ്പം ഫ്യൂച്ചറിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ വരികയെന്ന് ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ തന്നെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ആണ്, അതായത് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ പോലെ 2 + 2 = 4 നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇതുപോലെ ഒരു ഡെഫിനറ്റ് സയൻസ് അല്ല മീറ്ററോളജി. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ 1.999999 അങ്ങനെ ഇട്ടിട്ട് പ്ലസ് 1.999 സംതിങ് അങ്ങനെ പോവുക. നമുക്ക് എത്ര കമ്പ്യൂട്ടേഷൻ പോകേണ്ടോ അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും സ്റ്റേജ് വെച്ച് നമ്മളിത് നിർത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു 10 ഡിജിറ്റ് വെച്ച് നിർത്തി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അതൊരു എററാണ്. ആ എറർ ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആംപ്ലിഫൈ ചെയ്യപ്പെടും. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ എത്ര പവർഫുൾ ആയാൽ പോലും ഒരു നേച്ചറിനെ നമ്മൾ ടോട്ടലി നമുക്ക് മിമിക് ചെയ്ത് അല്ലെങ്കിൽ ഒരു മോഡലാക്കിയിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴും. അപ്പോൾ നമ്മൾ IMD ഉപയോഗിക്കുന്ന മോഡലുകളെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കുറച്ച് ടോപ്പോഗ്രഫിക്കൽ കണ്ടീഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് IMDയുടെ മോഡൽ കുറച്ചുകൂടെ, എസ്പെഷ്യലി മൺസൂൺ സീസണിൽ നമ്മൾ പ്രത്യേകിച്ചും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന IMDയുടെ മോഡലിനെ തന്നെയാണ്. കാരണം നമ്മുടെ റീജിയണൽ പെക്യുലാരിറ്റീസ് കൂടുതൽ അതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു എന്താ പറയുക 100% ആക്യുറേറ്റ് ഫോക്കാസ് എന്ന് പറഞ്ഞാൽ ആരെക്കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല അത്.